ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇമേജും കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൂമിൽ പോയിട്ട് നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ ഒരു സൂം വരേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഫുള്ളാക്കി മൈനസ് ചെയ്ത് കൊടുക്കുക, അതായത് 0 ആക്കി കൊടുക്കുക. ശേഷം അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്യണം. ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ഗ്രാഫ് നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഗ്രാഫ് വന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, അതും സെറ്റ് ചെയ്തു. ആ ഒരു ഗ്രാഫും സെറ്റ് ചെയ്തു. ശേഷം ബാക്ക് വരാം, ഫുള്ളായിട്ട് ബാക്ക് വരാം. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. 3Dയിൽ പോയിട്ട് ഫ്ലിപ്പ് ലെയർ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം ആംഗിളിൽ വരാം. ആംഗിളിലും നിങ്ങൾ നേരത്തെ ആഡ് ചെയ്ത പോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യാം. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊരു 180 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു 182 ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം ആ കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ആ ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയതാ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്കിനി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു സർക്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മളിതാ നേരത്തെ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ കുറച്ച് അടുത്തൊരു വീലൊക്കെ ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നിങ്ങൾ ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വൈറ്റ് കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരാം. സ്കെയിൽ ടൂളിൽ വന്നിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ശേഷം എൻഡിലായിട്ട് വന്ന ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഉള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം എൻഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു കർവ് ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അത്രേ വേണ്ടു. ശേഷം നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു ലെയർ ഏറ്റവും താഴേക്കാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സർക്കിളിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏത് കളറാണ് നിങ്ങളുടെ വീഡിയോക്ക് മാച്ച് ആവുമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു വൈറ്റ് തന്നെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെക്കൻഡിൽ ആ ഒരു ക്ലിപ്പിലാണ് എല്ലാ വർക്കും ഇനി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യാം. ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് നമ്മളിതാ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ ഈ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഫസ്റ്റുള്ള കീ ഫ്രെയിം വന്ന് നമ്മൾ താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ് ഒന്ന് സെറ്റ് ചെയ്യാം. ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം നമ്മൾ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ബ്ലറിൽ പോയിട്ട് നമ്മൾ മോഷൻ ബ്ലർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഓപ്ഷനിലായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഫേക്ക് സൂം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ ഈ പ്രിവ്യൂ ആഡ് ചെയ്തപ്പം ഞാൻ ഈ ഒരു ഫേക്ക് സൂമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. ശേഷം ഫിൽ ടു കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. എൻഡ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. ഓക്കെ,
ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര പോലെ ഭാഗത്താണ് ഇനി ചെയ്യാനുള്ളത്, ഈ ഒരു ഭാഗത്താണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ലെയർ സെലക്ട് ചെയ്യാം. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, സ്കെയിൽ ടൂൾ പോയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ശേഷം ഇവിടെ സെൻട്രലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതുപോലെ 3 കീ ഫ്രെയിം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ശേഷം നിങ്ങൾ ഈ ഒരു സെൻട്രലായിട്ടുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക നിങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു 4ാമത്തെ കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും, ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, ആ ഒരു ഫേക്ക് സൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എൻഡിലേക്ക് വരാം. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾ സൂം ഔട്ടായി പോകുന്ന ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സൂം ഔട്ടാക്കി പോകുന്ന രീതിയിൽ അതിൻ്റെ വാല്യൂ കുറച്ച് കൊടുക്കുക. ശേഷം അവിടെ നമ്മളിതാ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എഫക്ട്സ് ആഡ് ചെയ്യണം, ടൈൽസ് എഫക്റ്റും മോഷൻ ബ്ലറും ആഡ് ചെയ്യണം. അതിന് ആഡ് എഫക്റ്റ് പോവുക. ആഡ് എഫക്റ്റ് പോയിട്ട് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് നമ്മളിതാ ഈ ഒരു ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മിറർ വന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലറ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കുക, കണ്ടില്ല, നമുക്കൊരു അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.